കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെയും വിഷുദിനാശംസകൾ. ഈ ഒരു വിഷുക്കാലത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം CSEBയുടെ എക്സാം ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും. അതിൻ്റെ വിജ്ഞാപനങ്ങളും മറ്റു കാര്യങ്ങളും വന്നു. നിങ്ങളിൽ പലരും അതിന് അപേക്ഷിച്ചിട്ടുണ്ടാവും. നമ്മുടെ എക്സാം നമുക്ക് ഏതാണ്ട് മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മുന്നിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ഇടവേള കൊണ്ട് എങ്ങനെ നമുക്ക് മാറ്റം വന്ന CSEBയുടെ എക്സാമിനെ ക്രാക്ക് ചെയ്യാം എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചുരുങ്ങിയ ഇടവേളകൾക്ക് ഇടയിൽ 45 ദിവസത്തെ ഒരു ടൈം ടേബിളുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ പുതിയ ടൈം ടേബിളായ 45 ദിവസത്തെ ടൈം ടേബിളാണ്. എങ്ങനെ ഒരു 45 ദിവസം കൂടെ നമുക്ക് CSEBയുടെ എക്സാമിനെ ക്രാക്ക് ചെയ്യാം. നമുക്ക് നോക്കാം ഓരോരോ സബ്ജക്റ്റിനും എത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അതായത് പുതിയ സിലബസിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് മാർക്കിനനുസരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് തന്നെ ആ സിലബസ് അനുസരിച്ചാണ് നമ്മൾ 45 ദിവസത്തെ ഈ ഒരു ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ടൈം ടേബിളിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന്. നോക്കൂ, ഇവിടെ 45 ദിവസത്തെ ടൈം ടേബിളാണ്. ഡേ 1 നമ്മൾ പഠിക്കുന്നു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ 1, അതേപോലെ സെക്ഷൻ 1-2, റൂൾ 1-2. പിന്നീട് അക്കൗണ്ടിങ് ടേംസ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ടേംസ് പ്രൈമറി ആയിട്ട്, അതായത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് അക്കൗണ്ടിങ് ടേംസ് എന്ന് വെച്ചാൽ നമ്മൾ ബേസ് മുതലാണ് അവിടെ തുടങ്ങുന്നത് അക്കൗണ്ടിങ് ടേംസ്. പിന്നെ ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി, ഇനി നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, അതേപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആർട്ടിക്കിൾ. ഇത്രയും കാര്യമാണ് നമ്മൾ ഡേ 1 നമ്മൾ പഠിക്കാം. ഓക്കെ, അത്തരത്തിൽ ഡേ 1 കഴിഞ്ഞു. ഡേ 2 നമ്മൾ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട ഓരോ സബ്ജക്റ്റുകൾ പഠിക്കും. ഇങ്ങനെ ഓരോരോ ദിവസവും നമ്മൾ സബ്ജക്റ്റ് വൈസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് അനുബന്ധമായിട്ട്, അതായത് ഒരു പീരിയോഡിക് ഡേ കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് റിവിഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമുക്ക് 6ാമത്തെ ദിവസം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, റിവിഷൻ ഡേ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചതിൻ്റെ ഒക്കെ എന്ത് നടക്കുന്നുണ്ട് അവിടെ, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച സബ്ജക്റ്റുകൾ, ഒരുപാട് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആ സബ്ജക്റ്റിൻ്റെ ഒക്കെ ഒരു എക്സാമും നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പോളിസി എന്താണ്, നമ്മളെ പോളിസി കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ടോപ്പിക് എന്ത് ചെയ്യുക, കവർ ചെയ്യുന്നു. കൂടാതെ കറക്റ്റായ ഇടവേളകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നു. കറക്റ്റായ ഇടവേളകൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നു, എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കറക്റ്റായ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കിടക്കുന്ന സമയത്ത് വീണ്ടും ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങും അതേപോലെ RBIയുടെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് RBI ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. പിന്നെ അതേപോലെ നമ്പർ സീരീസ്, മാത്സിന്റെ ഏരിയകൾ കടന്നു പോകുന്നു. അതേപോലെ സ്പോർട്സ് റിലേറ്റഡ് ആയ ടേംസ്, GKയുടെ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നു. അതേപോലെ ഇത്രയും സബ്ജക്റ്റുകൾ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇത്രയും ദിവസമായി കഴിഞ്ഞാലും ആ ദിവസമൊക്കെ നമ്മൾ പഠിച്ചത് ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഒരു നിശ്ചിത ഇടവേള കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് വരുന്നുണ്ട്, റിവിഷൻ ഡേയും എക്സാം ഡേയും വരുന്നുണ്ട്. ഓക്കെ, ഇതുവരെ പഠിച്ചതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം റിവിഷൻ ചെയ്യാം. അതേപോലെ അതുമായി ബന്ധപ്പെട്ട എക്സാം നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ടൈം ടേബിൾ പഠിക്കാനും അതേപോലെ റിവൈസ് ചെയ്യാനും ഇതിനൊക്കെ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്നു. കൂടാതെ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ പഠനം എവിടം വരെ എത്തി എന്നറിയാൻ വേണ്ടി, അതായത് നമ്മളെ പഠന നിലവാരം എന്തായി, നമ്മൾ ഇനി ഏത് ഏരിയയിലാണ് വീക്കായത്, നമുക്ക് എങ്ങനെയാണ് ഇനി അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നറിയാനും കൂടി വേണ്ടിയിട്ട് എക്സാം നടത്തുന്നുണ്ട്. ആ ഒരു എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങളെ പഠനം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത്തരത്തിലെ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ പുതിയ ഒരു ടൈം ടേബിൾ പോകുന്നത്. അതുമാത്രമല്ല, നമ്മൾ അവസാനം ഏതാണ്ട് എല്ലാ ഏരിയയും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഏരിയകളൊക്കെ കവർ ചെയ്യും. കാരണം നമുക്ക് 45 ദിവസത്തെ ടൈം ടേബിളാണ്. ഏരിയകളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മോഡൽ എക്സാമുകളാണ്. ഇവിടെ 37ാമത്തെ ദിവസത്തിൽ എക്സാം കോഓപ്പറേഷൻ ഇൻ ഇന്ത്യ, വളരെ വൈഡായിട്ടുള്ള ടോപ്പാണ്. അതായത് നമ്മളെ ഇന്ത്യയിലെ കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സാം അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല, കേരളത്തിലെ കോഓപ്പറേഷൻ എങ്ങനെയാണ്, കോഓപ്പറേഷൻ കേരള, അതുപോലെ ഫോറിൻ കോഓപ്പറേഷൻ, ഇത്തരത്തിലെ കോഓപ്പറേഷന് വളരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഓപ്പറേഷൻ ഏതാണ്ട് 2-3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഓരോ ഭാഗത്തു നിന്നും എക്സാമുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നീട് പോകുന്ന സമയത്താണ് അവിടെ അക്കൗണ്ടൻസിയുടെ എക്സാം വരുന്നുണ്ട്. കൂടാതെ കോഓപ്പറേറ്റീവ് ലോയുടെ എക്സാം വരുന്നുണ്ട്, അക്കൗണ്ടൻസിന്റെ എക്സാം വരുന്നുണ്ട്. അതേപോലെ കോഓപ്പറേറ്റീവ് ലോയുടെ
എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ട്, കൂടാതെ ബാങ്കിങ്ങിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും എക്സാം എഴുതി കഴിഞ്ഞു. ഓരോ സബ്ജക്ട് വൈസ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 3 മോഡൽ എക്സാമുകളാണ് വരുന്നത്. 3 മോഡൽ എക്സാം വരുന്നത്, 1 അല്ല 2 അല്ല 3 മോഡൽ എക്സാം നമുക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇത്തരം പഠിച്ച എല്ലാ ടോപ്പിക്കുകളും നമുക്ക് മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മോഡൽ എക്സാം വരുന്നത്. ഈ മോഡൽ എക്സാം കൂടി എഴുതുന്ന സമയത്ത് നമുക്ക് എന്താവും, അതായത് ആ ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ 1, 2, 3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, പഠിക്കുന്ന സമയത്ത് ചെയ്തു, അതേപോലെ റിവിഷൻ സമയത്ത് ചെയ്തു, കൂടാതെ എക്സാമിന് ചെയ്തു, വീണ്ടും മോഡൽ എക്സാമിന് ചെയ്യുന്നു, അതുപോലെ സബ്ജക്ട് എക്സാമിന് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ എക്സാം എഴുതി നമുക്ക് കറക്റ്റായിട്ടും, അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു സ്ട്രാറ്റജിയിലൂടെ മാറ്റിയെടുക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ 45 ദിവസത്തെ പുതിയ ടൈം ടേബിൾ. അപ്പോൾ നമ്മളെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലൊരു വലിയൊരു എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്കൊരു വിഷു കൈനീട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പുതിയ ബാച്ചായ CSEBയുടെ ജൂനിയർ ക്ലർക്ക് കാഷ്യറിന് ഇത്തവണ അപ് ടു 30% ഓഫറോട് കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ് ടു 30% ഓഫർ എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണ എമൗണ്ട് ആയിരിക്കുന്ന 3500-ൽ നിന്നും 2500-ന് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കറിയാം കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരത്തിൽ 45 ഡേയുടെ ടൈം ടേബിൾ നിങ്ങൾ കണ്ടു. അത്തരത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പുതിയ പാറ്റേൺ അനുസരിച്ച് പുതിയ എക്സാമിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരും മടിച്ചു നിൽക്കണ്ട, നിങ്ങളുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്തവണത്തെ പുതിയ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് മാറ്റങ്ങൾ വന്ന CSEB എക്സാമിനെ നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. താങ്ക്